സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീ, കാഹളധ്വനി വിണ്ണി കേട്ടിടറായി, മേഘത്തിൽ നാമേയും ചേർത്തിടറായി, മേഘത്തിൽ നാമേയും ചേർത്തിടറായി. ആയിരമായിരം ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ വൻകൃപയാൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് തമ്പുരാൻ കർത്താവ് തന്നതായ തിരുവചനം യെശയ്യാപ്രവചനം 66 അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കത് വായിച്ച് ആ വരികളിലൂടെ നടന്നു നീങ്ങി അതിനെ ഒന്ന് ഗ്രഹിച്ച് ആഴമായി ഒന്ന് ധ്യാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിലൂടെ യാത്ര തുടരാം. യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു. തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദന വരും മുൻപേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? ഹല്ലേലൂയ. സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തെങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് അവൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ സന്തോഷിപ്പീൻ, അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ ആത്യന്തം ആനന്ദിപ്പീൻ. ഹല്ലേലൂയ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വായിച്ചു കേൾക്കുകയാണ്, ഈ വരികളിലൂടെ നടന്ന് നീങ്ങുകയാണ്. ഒരു മഹാ അത്ഭുതം അവിടെ വന്നു ചേരുകയാണ്. അവിടെ വചനം പറയുന്നു. അതെ, ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എത്രയെന്ന് അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദന വരും മുൻപേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇത് വല്ലാത്ത ഒരത്ഭുതമാണ് അല്ലേ? നമുക്ക് നോക്കുമ്പോൾ ഇതെന്താണ് എന്ന് ചിന്തിച്ചു പോകും. ഹല്ലേലൂയ. ഇവിടെ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ട് പറയാണ്, ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? എന്നാൽ നോക്കൂ, സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതെ, അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നവിടെ കാണാം. വീണ്ടും അവിടെ പറയുക, ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? അതാണ് ഇസ്രായേൽ. ഹല്ലേലൂയ. അവിടുന്ന് ദൈവത്തിന്റെ വചനം പറയുക, ബേത്ലഹേം അപ്പത്തിന്റെ നാടായ എഫ്രാത്ത്, അതേ, ചെറുതെങ്കിലും നീ യഹൂദ്യ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. എന്താണ്? ജീവന്റെ ഉറവ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അതിലുപരിയായിട്ട് യെശയ്യാപ്രവചനം 54 തിരുവചനം അവിടെ എന്താണ് അവിടെ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഹല്ലേലൂയ,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അങ്കിക്കുള്ളിൽ നമ്മളെ പൊതിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇവിടെ പറയാ, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്ക. നോക്കൂ, നോവ് കിട്ടും മുൻപേ അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നാണ് 66-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനം വായിച്ചപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ ഇവിടെ പറയാ, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആരാണ് ഇവൾ? ഒത്തിരി മക്കള് ഭർത്താവുള്ളവൾ. ഭർത്താവ് ആരാണ്? യോസേപ്പിന് വിവാഹം നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, അതെ, ഏകാകിനിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യക മറിയാം, അതേ, ഇവിടെ കാണുന്നു, അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹല്ലേലൂയ, അവിടെ കാണുകയാണ്. എന്നാൽ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്ന് ഈ കാലഘട്ടം അതിഭയങ്കരം ഭീകരവുമാകുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അതേ നമ്മെ ചേർത്ത് പണിയുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് വിചാരിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ അവൻ ആഗ്രഹിക്കുന്നത് പോലെ, അതുകൊണ്ടാണ് അതിൻ്റെ 66-ാം അധ്യായത്തിൽ 10-ാം വാക്യം തിരുവചനം പറഞ്ഞത് എന്താണ്? യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, ആരെല്ലാം പരിശുദ്ധ അമ്മയെ, അതായത് ലോകത്തിന്റെ മുഴുവനും അമ്മ, സ്വർഗത്തിന്റെ രാജ്ഞിയായ അമ്മ, മാലാഖമാരുടെ രാജ്ഞിയായ അമ്മ, അത്ഭുത വീണയായ പരിശുദ്ധ കന്യക മറിയാം അമ്മ, അതെ, അവളെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, ആരെല്ലാം അവളെ സ്നേഹിക്കും? ദൈവത്തെ മാത്രമാണോ? അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ല. യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോട് കൂടെ സന്തോഷിപ്പീൻ, അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ, അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധ നാമത്തെ നമുക്ക് ഉയർത്തുവാൻ, കർത്താവിൻ്റെ നാമത്തെ, കർത്താവിനെ നമുക്ക് ഇറക്കിത്തന്ന അത്ഭുത വീണയായ പരിശുദ്ധ അമ്മയിൽ നിന്ന് കർത്താവിനെ നമുക്ക് തന്ന കാരുണ്യവാനായ കർത്താവിൻ്റെ ആ സ്നേഹമേറിയ വചനമാണ് നമ്മളോട് പറഞ്ഞത്. യെരൂശലേമിനെ സ്നേഹിക്കുന്നവരുമായുള്ളവരെ അവളോടുകൂടെ ആത്യന്താന ആനന്ദിപ്പി. യേശു തമ്പുരാൻ പറഞ്ഞു, ലൂക്കോസ് 13-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പറയുന്നു, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. അവിടെ പറയുന്നത് ഏത് നിമിഷമാണെന്ന് നമുക്ക് ആ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാവുന്നതാണ്. ദൈവം നമ്മെ അതേ അനുഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭ ഒരുങ്ങിക്കഴിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്ത തന്നെ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. നാം ഒരുങ്ങി പാർക്കാൻ പരിശുദ്ധ സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ സഭയെ ഒരുക്കുന്ന ഈ നിമിഷം നമുക്ക് കാതോർത്ത് കാത്തിരിക്കാം. സകല വചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വചനം ഇതാ നമ്മളോട് അടുത്തു വരികയാണ്. ഉണരുക, സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, പൊടി കുടഞ്ഞു കളക. നമുക്ക് പരിശുദ്ധ സഭയെ പരിശുദ്ധ കർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിപ്പാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി നമ്മളെ യഹോവയുടെ വചനത്തിൽ പിറക്കുന്നവരെ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകലത്തെ അറിയുന്ന ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു കവിയട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം. വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.